അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു പക്കാവടയാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമുള്ള സാധനം നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലമാവും പിന്നെ അരിപ്പൊടി. അതായത് ഇതിന്റെ നേരെ പകുതി കടലമാവിന്റെ പകുതി അരിപ്പൊടി നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളിവിടെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് കുറച്ച് ഇതിൻ്റെ മസാല ഐറ്റംസ് ഒക്കെ ചേർക്കാനുണ്ട്. അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ പണ്ട് കാലത്ത് നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴേ പക്കാവടയൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിച്ചു. ഈ നാടൻ മറ്റേ ചായക്കടയിലെ ഈ മറ്റേ അരമാരിക്കകത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പൊ അതേ സംഭവം നമ്മൾ രണ്ട് ഇത് അരിപ്പൊടിയും അല്ല ഈ ഇതുണ്ടല്ലോ നമ്മുടെ കടലമാവ് ഒന്ന് അരിച്ചെടുക്കുകയാണ് നല്ലതായിരിക്കും. തരി ഉണ്ടെങ്കിൽ അരിച്ചെടുക്കാം. നമ്മളെടുത്ത ആ പൊടിക്ക് തരിയൊന്നും ഇല്ല, അതുകൊണ്ട് നമ്മൾ അരിച്ചിട്ടില്ല. കാര്യം ചില പൊടി നമ്മൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് അതിന് ചെറിയ തരി കാണും. അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പൊടികളൊക്കെ കൂടെ ചേർക്കണം. അപ്പൊ ആദ്യം നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പെരിഞ്ജീരകത്തിന്റെ പൊടിയാണ്. ചില ഇത് ഇടാറില്ല, പക്ഷെ നമ്മളിത് സ്വല്പം പെരിഞ്ജീരകത്തിന്റെ പൊടി ഇടുന്നതിനാ ചിലർക്ക് ഈ കടലമാവ് ഇടുമ്പോഴേ ഒരു വയറ്റിലൊരു സുഖക്കേട് തോന്നാനുള്ള സാധനമുണ്ട്. നമ്മുടെ മുളക് പൊടി മഞ്ഞൾ പൊടിയൊക്കെ ഇടാവേ. നമ്മള് ഇത് കാശ്മീരിയും സാധാരണ മുളക് പൊടിയും മിക്സ് ചെയ്ത സാധനമാണ്. അപ്പൊ ഉണ്ടല്ലോ നല്ലൊരു കളറും കിട്ടും, അത്യാവശ്യം നമുക്ക് എരിയും കിട്ടും. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ചേർത്തേക്കാം. ഇനി മഞ്ഞപ്പൊടി ഇടാവേ. ഇനി നമുക്ക് ചേട്ടന് നല്ല എരിയുള്ളതാ ഇഷ്ടം. ആവശ്യത്തിന് നമ്മളിത് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. പൊടികളെല്ലാം ഒന്ന് മിക്സ് ആക്കണം. അതിന്റെ കൂടെ വേണം നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഉപ്പ് കൂടെ ചേർക്കാം. അപ്പൊ നമ്മളിത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം ഇച്ചിരി ചേർത്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇത് നന്നായിട്ട് ഇനി മിക്സ് ആക്കണം. മിക്സ് ചെയ്തിട്ട് രണ്ട് അല്ലി നമ്മുടെ വെളുത്തുള്ളി എന്താ പറയുക ചതച്ചെടുത്തിട്ടുണ്ട്. ഇതും ഓപ്ഷനാണ്, വേണമെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടാവില്ലെങ്കിൽ. പക്ഷെ ഇത് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ഈ വയറ്റിലെ ഗ്യാസ് കയറുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അതൊക്കെ മാറാൻ വേണ്ടി നമ്മൾ ഈ വെളുത്തുള്ളി ചേർക്കുന്നത്. നമ്മൾ ഡയറക്റ്റ് വെളുത്തുള്ളിയായിട്ട് അങ്ങ് ചേർക്കുമല്ല, അതിലേക്ക് സ്വല്പം വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കുക. എന്നിട്ടുണ്ടല്ലോ നമുക്ക് ആ വെള്ളം ചേർത്ത് വെച്ചാൽ മതി. അപ്പൊ ആ വെളുത്തുള്ളിയുടെ തരി വരത്തില്ല. അപ്പം അതിന് കിട്ടാനുള്ള ഗുണവും മണവും എല്ലാം നമുക്ക് കിട്ടും. അപ്പൊ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് അറിയാമല്ലോ എല്ലാവർക്കും, ഈ നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു പരുവം അറിയാമല്ലോ, ആ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കണം. ചിലരുണ്ടല്ലോ ഇതിന്റെ കൂടെ ഇച്ചിരി ബട്ടറോ നെയ്യോ ഒക്കെ ചേർക്കും. നമ്മൾ പക്ഷെ അത് ചേർക്കുന്നില്ല. നമുക്ക് അതിന് പകരം നമ്മൾ ഈ വറുക്കാൻ എടുക്കുന്ന എണ്ണയിൽ തന്നെ ഒരു ടീസ്പൂണ് ചേർത്ത് എടുക്കുന്നേ ഉള്ളൂ. ബട്ടറിന്റെ നെയ്യുടെ ഒക്കെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ശകലം എണ്ണ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി എണ്ണയുടെ ആവശ്യമില്ല. ഇത് നമ്മുടെ ഈ ചിലപ്പോൾ ഉണ്ടല്ലോ നമ്മൾ പക്കാവടയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറുക്കുന്ന സാധനങ്ങൾ ചെയ്യുമ്പോഴുണ്ടല്ലോ അതിൻ്റെ അകത്തോട്ട് എണ്ണയും കുടിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോഴേ നമ്മളത് നന്നായിട്ട് ഇത് യോജിപ്പിച്ച് സെറ്റപ്പ് ആക്കി ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോഴല്ലോ ഇങ്ങനെ ഒരു പിടിച്ചെടുത്ത് നിൽക്കാം. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്ത് ആവശ്യത്തിന് ചെറുതായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിക്കാവേ, അല്ലെങ്കിൽ കടലമാവിന് നമ്മള് അത് തന്നെ. അപ്പൊ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ ചപ്പാത്തിയുടെ ഒക്കെ ഒരു പരുവില്ലേ, ആ ഒരു പരുവം പോലെ ആക്കി എടുക്കാവേ. അതായത് നമ്മുടെ എന്താ പറയുക സേവനാഴിക്കകത്തോട് ഇവൻ നല്ല ഫ്രീ ആയിട്ട് ഫ്ലോ ചെയ്യണം, അതാണ് അതിന്റെ പരുവ്. അതെ. അപ്പൊ ഇതുപോലെ ചെറുതായിട്ട് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് കുഴച്ച് നല്ല ബോളാക്കി എടുക്കുക. അപ്പൊ നമ്മുടെ മാവെല്ലാം നമ്മൾ കുഴച്ച് നല്ലത് സെറ്റപ്പ് ആക്കി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കറക്റ്റ്. അപ്പൊ ഈ നേരത്തെ ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ ഒന്നുകൂടെ നോക്കിയേക്കണേ. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വല്പം കൂടെ ഒന്ന് ചേർത്തൊക്കെ കൊടുത്ത് റെഡിയാക്കാം. അപ്പൊ അതെ നമ്മളിവിടെ നമ്മുടെ സ്ഥിരം നമ്മുടെ കഥാപാത്രം നമ്മുടെ ചീനച്ചട്ടിയുടെ എന്താ പറയുന്നത് വെന്തുരുകിയോടെ റെഡിയായിരിക്കുകയാണ്. അപ്പൊ അതെ നമ്മുടെ സേവനാഴി എടുത്തിട്ടുണ്ട്. അപ്പൊ അറിയാമല്ലോ ഈ പക്കാവട ഉണ്ടാക്കുന്ന ആ ഒരു അച്ചറിയാമല്ലോ. അപ്പൊ അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചെറിയൊരു ബോൾ പോലെ ആക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ആ നേരത്തെ നമ്മുടെ എണ്ണ നല്ല അടിപൊളിയായിട്ട് ചൂടായി. സംഭവം സിമ്പിൾ പരിപാടിയാണ്.
ഇതൊക്കെ നമ്മള് കടയിലൊക്കെ ഇരിക്കുന്നതാണ് നമ്മൾ വിചാരിക്കുമ്പോൾ ഒത്തിരി എഫേർട്ടുള്ള സംഭവം. ഈ ഒരു അച്ച് മേടിക്കണമെന്നേ ഉള്ളൂ. അല്ല അത് നമ്മുടെ എന്തോ ഈ സാധനം ഉണ്ടല്ലോ, ഈ സേവനാഴി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഓൾറെഡി കാണും. അത് സേവനാഴി മേടിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഇപ്പം മറ്റേ ഇങ്ങനെ പ്രസ് ചെയ്യുന്നതും പല ടൈപ്പ് സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതായത് നമ്മളത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി സാധനം വെച്ചിട്ട് നമുക്കിത് എണ്ണ നമുക്ക് ജസ്റ്റ് ചൂടായിട്ടുണ്ടോ അതൊരു ചെറിയൊരു പീസ് ഇതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ചൂടായി വരുന്നുണ്ട് സംഭവം, ചൂടാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഡയറക്റ്റ് എണ്ണയ്ക്കകത്തിട്ട് തന്നെ നമുക്കിത് അങ്ങോട്ട് പിഴിഞ്ഞു വീഴാം. അപ്പോൾ നമ്മുടെ ഈ എണ്ണയൊക്കെ നല്ല അടിപൊളിയായിട്ട് ചൂടായി സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇത് നമ്മൾ ഇങ്ങോട്ട് പിഴിഞ്ഞ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിടിയിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോരി എടുക്കാനൊക്കെ ഒരു സൗകര്യമുണ്ട്. ഇപ്പം നമ്മുടെ ഈ ചീനച്ചട്ടി ഉണ്ടല്ലോ ചെറുതാണ്, അപ്പോൾ അത് കാരണം നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടുന്നില്ല, കുറേശ്ശെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് എന്താ പറയുന്നത് ഒരുപാട് അങ്ങ് കരിഞ്ഞൊന്നും പോകാതെ ഇപ്പം നല്ല സ്മൂത്ത് ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ഈ ഇതിൻ്റെ അച്ചിൻ്റെ അകത്തുനിന്ന്. തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതുണ്ടല്ലോ തീരെ നമ്മളെന്താ പറയുന്നത് നൈസായതുകൊണ്ടുണ്ടല്ലോ പെട്ടെന്ന് സംഭവം റെഡിയാക്കിയിട്ട്. അപ്പോൾ ഇതുപോലെ ഇത് സംഭവം ഒന്ന് മുഴുവനൊന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് ഇതിനകത്ത് ഇനി കുറച്ച് സാധനങ്ങൾ നമുക്ക് ചേർക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു യഥാർത്ഥ രുചി വരുന്നത്. അപ്പോൾ ഇതൊന്ന് വറുത്ത് നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ പക്കാവട കംപ്ലീറ്റ് നമ്മൾ വറുത്ത് കോരി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടെ സ്റ്റൗ അങ്ങ് നിർത്തി സ്റ്റൗ നിർത്തിയേക്കാണ് എന്നിട്ട് പോലും ഇട്ടുകൊണ്ടിരുന്നത്. കറിവേപ്പില എന്ന് പറയുന്ന സാധനം ബോംബ് വെക്കുന്ന കഴുകിയൊക്കെ ഉണക്കി വെച്ചിരുന്നു എന്നിട്ട് പോലും. അപ്പൊ ഇനി നമുക്ക് ഇതും കൂടെ എന്നാ തൊട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ കൂടുതൽ കറിവേപ്പില ആണെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കറിവേപ്പില കൂടുതൽ ചേർത്ത് കൂടുതലുണ്ടെങ്കിൽ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് സംഭവം റെഡിയാണ്. നല്ല കരിമ്പുരാന്ന് പറഞ്ഞല്ലോ, അന്നേരം അതിന്റെ ആ ഒരു സുഖം വരുന്നത്. ആ ഒരു ഒച്ച ഇങ്ങനെ ഇതിന്റെ ഇളക്കുമ്പോണ്ടല്ലോ ആ ഒരു സൗണ്ട് കേൾക്കണം. അപ്പൊ ആ ഒരു പരിവാകുമ്പോ നമുക്ക് ഇതിലേക്ക് ചേർത്ത്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു സാധനം കൂടി ചേർത്തിട്ടാണ് ഇതിന്റെ അകത്തോട്ട് ഇട്ട് വെക്കാനായിട്ട്. ഈ കറിവേപ്പിലയിലോട്ട് തന്നെ നമ്മള് കായപ്പൊടി നമുക്ക് വേണം ആദ്യം ചേർക്കാം. നമ്മൾ കുഴക്കത്തില്ലേ ആ സമയത്ത് തന്നെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഈ അവസാനം ചേർക്കുമ്പോഴല്ലോ കായപ്പൊടിയുടെ ഒരു ടേസ്റ്റ് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് നല്ല ഇതാണ്. അപ്പൊ ഇനിയത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ചെറുതായിട്ട് പൊടിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിന്റെ ഇച്ചിരി പൊടിഞ്ഞ് കിട്ടുന്നതാണ് നല്ലത്. സാധാരണ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതൊക്കെ ഇച്ചിരി പൊടിഞ്ഞ് തന്നെയാണ് മേടിക്കുന്നത്. അതെ. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ വളരെ എളുപ്പം നമുക്ക് പക്കാവട നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മളിത് കുഴച്ച് വെച്ചപ്പം ഈ പാത്രത്തിൽ തന്നെയായിരുന്നു, പക്ഷെ ഒരു സ്വല്പം ഉള്ളായിരുന്നു. ഇപ്പൊ കണ്ടില്ലേ ആ പാത്രം നിറഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അടിപൊളി കേട്ടോ. അപ്പൊ എന്തായാലും കൊള്ളാം. ഇതുപോലെ തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് അതിന്റെ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. പിന്നെ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കണ്ടല്ലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്കും ഷെയറും കാര്യങ്ങളൊക്കെ ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ബെല്ലൈക്കണും അതുകൂടെ ഓൺ ചെയ്ത് വെക്കുക. അപ്പൊ നമുക്ക് അടിപൊളി വേറെ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പൊ എല്ലാവർക്കും തൽക്കാലം Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.